ഫൈറ്റർ വിമാനങ്ങളുടെ റഡാറുകളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ രണ്ട് റഡാറുകളാണ് ഇപ്പോൾ ഇന്ത്യയുടെ കൈവശമുള്ളത്. ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിലെ ഡെവലപ്മെന്റിലേക്ക് പോകുമ്പോൾ നമുക്കിത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് നൽകുന്നതുമായിരിക്കും. ആദ്യത്തേത് വിരൂപാക്ഷ റഡാർ. ഇത് നമ്മുടെ DRDO ഇലക്ട്രോണിക് ആൻഡ് റഡാർ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് HAL BL എല്ലാവരും കൂടെ ചേർന്ന് നിർമ്മിച്ചതാണ്. രണ്ടാമത് വന്നിരിക്കുന്നത് വിരൂപാക്ഷ റഡാറിനേക്കാളും കൂടുതൽ ഉയർന്ന കേപ്പബിലിറ്റിയുള്ള ഹോക്കൈ 2700 എന്ന് പറയുന്ന ഡേറ്റ പാറ്റേൺസ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനി ഡെവലപ്പ് ചെയ്തത്. എല്ലാവർക്കും നമസ്കാരം. വളരെ വലിയൊരു ഡിഫൻസ് ടെക്നോളജി അച്ചീവ്മെന്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്നത്തെ ആധുനിക യുദ്ധ സാഹചര്യത്തിൽ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് കഴിവുകളും വളരെ ക്രൂഷ്യലാണ്. ഒരു BVR കോമ്പാറ്റിൽ കോമ്പറ്റീറ്റീവായിട്ട് നിൽക്കാനായിട്ട് ഫൈറ്റർ വിമാനത്തിന് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റഡാർ സിസ്റ്റംസ് തന്നെ വേണം. ഇന്നിപ്പോൾ ഡോഗ് ഫൈറ്റിന്റെ കാലഘട്ടം എല്ലാം കഴിഞ്ഞു. സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലോങ് റേഞ്ച് എൻഗേജ്മെന്റ് ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫൈറ്റർ വിമാനങ്ങളുടെ റഡാർ ടെക്നോളജിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും ആധുനികമായിട്ട് ഉപയോഗിക്കുന്നത് എയ്സർ റഡാറുകളാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല ഫൈറ്റർ വിമാനങ്ങളിൽ ഘടിപ്പിക്കാവുന്ന എയ്സർ റഡാറുകളിൽ രണ്ടെണ്ണം ഇന്ത്യയുടെ കൈവശമാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. എയ്സർ റഡാറുകളുടെ കേപ്പബിലിറ്റീസിനെ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 5 പാരാമീറ്റേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. ഒന്നാമത്തേത് ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവ് മോഡ്യൂൾസ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. ഇന്ന് എയ്സർ റഡാറിൽ 100 കണക്കിന് TR മോഡ്യൂൾസ് ആണ് ഉപയോഗിക്കുന്നത്. ഓരോ TR മോഡ്യൂളിനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിഗ്നലുകളെ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ എത്രയധികം TR മോഡ്യൂൾസ് ഉണ്ടോ അത്രയധികം ഈ റഡാറിൻ്റെ എഫിഷ്യൻസി വർദ്ധിക്കുന്നതാണ്. രണ്ടാമത്തെ പാരാമീറ്ററാണ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സേഴ്സിൻ്റെ. കാരണം റഡാറുകളിൽ നിന്നും കിട്ടുന്ന സിഗ്നലുകൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഉപയോഗിച്ചിട്ട് പ്രോസസ്സ് ചെയ്ത് ഏറ്റവും കൃത്യമായ വിവരങ്ങൾ പൈലറ്റിന് ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതും റഡാറിൻ്റെ കഴിവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് ഈ റഡാറിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏത് തരം ടെക്നോളജിയാണെന്നുള്ളതാണ്. കാരണം എയ്സർ റഡാറിൽ 2 തരമുണ്ട്. അതിൽ ഗാലിയം ആർസനൈഡ് ടെക്നോളജിയാണ് കൂടുതൽ കോമൺ ആയിട്ടുള്ളത്. അതിനേക്കാളും പുതിയതാണ് ഗാലിയം നൈട്രേറ്റ് ടെക്നോളജി. പിന്നെ നമ്മൾ നാലാമതായിട്ട് നോക്കുന്നത് ഇലക്ട്രോണിക് ബീം സ്റ്റിയറിങ്ങിൻ്റെ എഫിഷ്യൻസിയാണ്. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഈ ബീമിനെ പല ദിശയിലേക്ക് ചലിപ്പിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്ന ഒരു പാരാമീറ്ററാണ് ഫ്രീക്വൻസി എജിലിറ്റി എന്ന് പറയും. എത്രയും പെട്ടെന്ന് ഫ്രീക്വൻസി മാറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ റഡാറുകളെ ശത്രുക്കൾക്ക് ജാം ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ഒരു കാര്യം നേരത്തെ തന്നെ പറഞ്ഞിട്ട് ഈ റഡാറുകളെല്ലാം എക്സ് ബാൻഡിലാണ് വർക്ക് ചെയ്യുന്നത്. സ്റ്റെൽത്ത് വിമാനങ്ങളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ എക്സ് ബാൻഡിനെ ഒഴിവാക്കി അല്ലെ എക്സ് ബാൻഡിന്റെ കണ്ണിൽ പെടാതെ ഇരിക്കാനുള്ള രീതിയിലാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച നമ്മുടെ ഈ 2 റഡാറുകൾ, ഒന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് റഡാർ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റും DRDOയും HALും BELും കൂടെ ചേർന്ന് നിർമ്മിച്ചതും, പിന്നെ ഡാറ്റ പാറ്റേൺസ് എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനി നിർമ്മിച്ച ഹോക്കൈ 2700 റഡാറും. ഇവ രണ്ടും ഗാലിയം നൈട്രേറ്റ് ടെക്നോളജിയിലുള്ള റഡാറുകളാണ്. ഈ റഡാറുകളുടെ മറ്റ് വിശദ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഗാലിയം ആർസനിക് റഡാറിനേക്കാളും ഗാലിയം നൈട്രേറ്റ് റഡാർസിനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഇത് വളരെ ഉയർന്ന പവർ ജനറേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ റഡാറിന് കൂടുതൽ ദൂരത്തിലുള്ള ടാർഗറ്റുകളെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എന്ന് മാത്രമല്ല ഗാലിയം നൈട്രേറ്റ് റഡാറുകൾക്ക് വളരെ ഉയർന്ന തെർമൽ എഫിഷ്യൻസി ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറവ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ കുറഞ്ഞ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് 3 അഡ്വാൻറ്റേജസ് ആണ്. ഒന്ന്, ഓവർ ഹീറ്റിംഗ് കൂടാതെ തന്നെ ഇതിന് വളരെ ഉയർന്ന പവർ ജനറേറ്റ് ചെയ്യും. രണ്ടാമത്, ഇതിന് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ആവശ്യം വരുന്നില്ല. മൂന്നാമത്, ഈ റഡാറിൻ്റെ ഇൻഫ്രാറെഡ് സിഗ്നേച്ചർ വളരെയധികം കുറഞ്ഞിരിക്കും. പിന്നത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വിവിധ തരം ബാൻഡ് വിഡ്ത്തുകൾ ഇത് സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ റഡാറിന് ഉയർന്ന സെൻസിറ്റിവിറ്റിയും റെസൊല്യൂഷനും ഒക്കെ കിട്ടും. അങ്ങനെ ദൂരെയുള്ള ചെറിയ ടാർഗറ്റ്സിനെ പോലും കണ്ടുപിടിക്കാനായിട്ട് ഇതിന് സാധിക്കും. പിന്നെ ഈ റഡാറിൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യാനുള്ള മറ്റൊരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞത് ഉയർന്ന എണ്ണത്തിൽ ട്രാൻസ്മിറ്റർ റിസീവ് മോഡ്യൂൾസ് ഉണ്ടാകുക എന്നുള്ളത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഉയർന്ന റെസൊല്യൂഷൻ തന്നെയാണ്. ഒരുപാട് ടാർഗറ്റുകളെ ഒരേ സമയത്ത് ഇതിനെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ റെസൊല്യൂഷൻ കൂടുന്നതുകൊണ്ട് ചെറിയ ചെറിയ ടാർഗറ്റുകളെയും അതുപോലെ തന്നെ ഒന്നിച്ചു വരുന്ന ചെറിയ ഒബ്ജക്ട്സിനെയും കൂടുതൽ ആക്യുറസിയോടുകൂടി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ടാർഗറ്റുകളെ കൂടുതൽ ദൂരത്തിൽ വെച്ച് തന്നെ ഇതിന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പൈലറ്റിന് നേരത്തെ ഒരു വാണിംഗ് കിട്ടാനും നേരത്തെ തന്നെ ഒരു ലോങ് റേഞ്ച് എൻഗേജ്മെൻറ്റ് നടത്താനായിട്ടും സാധിക്കും. ഡാറ്റ ഐഡൻറ്റിഫിക്കേഷനുള്ള സമയം ഒരുപാട് ലാഭിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ ആക്രമണത്തിന് നേരെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സ് എന്ന് പറയും, ECCM. ഈ റഡാറുകളെ ശത്രുക്കൾ ജാം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ജാമിങ് സിഗ്നലുകളെ കൗണ്ടർ ചെയ്തിട്ട് ഇതിനെ ജാം ചെയ്യുന്നത് ഇമ്പോസിബിൾ ആക്കി മാറ്റുക എന്നുള്ളതാണ് ആ ഒരു ഫംഗ്ഷൻ്റെ ഉപയോഗം. മറ്റുള്ള സിഗ്നലുകൾ ഇതിനെ ഇൻ്റർഫിയർ ചെയ്യുന്നതിനുള്ള സാധ്യതയും ഒരുപാട് കുറച്ചിരിക്കുക. അങ്ങനെ ക്ലാരിറ്റി ഒരുപാട് വർദ്ധിക്കുന്നതാണ്.
ഇതുവരെ അറിവായിട്ടുള്ള വിവരങ്ങൾ വെച്ചിട്ട് ഗാലിയം നൈട്രേറ്റ് റഡാറായിട്ട് കൺഫേം ചെയ്തിരിക്കുന്നത് ഒന്ന് വിരൂപാക്ഷ റഡാർ, രണ്ട് നമ്മുടെ തന്നെ ഹോക്കൈ 2700 റഡാർ, മൂന്നാമത്തത് F-35 ഉപയോഗിക്കുന്ന APG-81 റഡാർ, നാലാമത് നമ്മുടെ തേജസ് മാർക്ക് 1 ഉപയോഗിക്കുന്ന ഉത്തം റഡാർ. ബാക്കിയുള്ള യുദ്ധവിമാനങ്ങളുടെ റഡാറുകളിൽ ഗാലിയം ആർസനൈഡ് റഡാറുകളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ അതിൽ മോഡിഫിക്കേഷൻസ് അവരിപ്പോൾ അടുത്ത കാലത്ത് നടത്തിയിട്ടുണ്ടോ എന്നും അറിയില്ല. പക്ഷേ റഫാൽ വിമാനങ്ങളിൽ ഇപ്പോൾ അവർ ഗാലിയം നൈട്രേറ്റ് റഡാറുകൾ ഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും അധികം TR മോഡ്യൂൾസ് ഉള്ള ഫൈറ്റർ വിമാനങ്ങളുടെ റഡാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഹോക്കൈ 2700 റഡാർ തന്നെയാണ്. ഇതിന് 2700 TR മോഡ്യൂൾസ് ഉണ്ട്. രണ്ടാം സ്ഥാനത്ത് വരുന്നത് നമ്മുടെ വിരൂപാക്ഷ റഡാറാണ്. 2400 TR മോഡ്യൂൾസ് ഉണ്ട്. ഇത്രയധികം TR മോഡ്യൂൾസ് ഉള്ള ഒരു റഡാർ ഇവർക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചതിൻ്റെ പേരിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. TR മോഡ്യൂൾസ് കൂടുന്തോറും റഡാറിൻ്റെ വലിപ്പം ഒരുപാട് വർദ്ധിക്കും. റഡാറിൻ്റെ വലിപ്പം ഒത്തിരി വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ റഡാറിനെ എയർക്രാഫ്റ്റിൽ ഫിറ്റ് ചെയ്യാനായിട്ടുള്ള സ്ഥലം ഉണ്ടാവില്ല. ഫോർച്ചുനേറ്റ്ലി ഇവർ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ സുഖോയ് 30 MKയിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതുകൊണ്ട് ഒരുപാട് TR മോഡ്യൂൾസ് ഉള്ള റഡാറും വളരെ ഈസി ആയിട്ട് തന്നെ അതിന് ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞ പോലെ നാളെ എന്തെങ്കിലും കാരണവശാൽ സുഖോയ് 57 വിമാനങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും അതിലും ഈ അഡ്വാൻസ്ഡ് ടെക്നോളജി ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണ്. മൂന്നാം സ്ഥാനത്ത് വരുന്നത് ചൈനയുടെ J-20 വിമാനത്തിലെ റഡാറാണ്. അതിൽ 2200 TR മോഡ്യൂൾസ് ഉള്ള ഒരു ഗാലിയം ആർസനൈഡ് റഡാറാണ്. നാലാം സ്ഥാനത്ത് വരുന്നത് F-22 റാപ്റ്റർ ആണ്. അതിൽ APG-77 റഡാർ ഉപയോഗിച്ചിരിക്കുന്നു. 2000 TR മോഡ്യൂൾസ് ആണ് അതിലുള്ളത്. പിന്നെ വരുന്ന F-35 ആണ്. അതിൽ 1676 TR മോഡ്യൂൾസ് ഉള്ള ഒരു ഗാലിയം നൈട്രേറ്റ് റഡാറാണ് ഉപയോഗിക്കുന്നത്. സുഖോയ് 57 3 ESA റഡാറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ നോസ് കമ്പാർട്ട്മെന്റിൽ 1514 TR മോഡ്യൂൾസ് ഉള്ള ഒരു റഡാറും രണ്ട് വശങ്ങളിലായിട്ട് 404 TR മോഡ്യൂൾസ് വീതമുള്ള 2 ESA റഡാറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഗാലിയം ആർസനൈഡ് റഡാറാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനു പുറമെ സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് 2 L ബാൻഡ് റഡാറും സുഖോയ് 57 ഉണ്ട്. യൂറോഫൈറ്റർ ടൈഫൂണിൽ 1500 TR മോഡ്യൂൾസ് ഉള്ള ഗാലിയം ആർസനൈഡ് റഡാറാണ്. റഫാലിൽ 1200 മോഡ്യൂൾസ് ഉള്ള റഡാറാണ്. തേജസ് മാർക്ക് 1 1000 TR മോഡ്യൂൾസ് ഉള്ള ഒരു ഗാലിയം നൈട്രേറ്റ് റഡാറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വിരൂപാക്ഷ റഡാറിന് 300 മുതൽ 400 കിലോമീറ്റർ ദൂരം വെച്ച് തന്നെ ഒരു ഫൈറ്റർ വിമാനത്തിനെ എൻഗേജ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിനകത്ത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ECCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സ്. ശത്രു വിമാനങ്ങൾ ഇതിൻ്റെ റഡാറിനെ ജാം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ആ ജാമിങ് സിഗ്നലുകളെ താറുമാറാക്കാനായിട്ട് ഇതിന് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരൂപാക്ഷ റഡാർ 4 ഡയമെൻഷണൽ കേപ്പബിലിറ്റി ഉള്ള ഒരു റഡാറാണ്. സാധാരണ റഡാറുകൾ 3 ഡയമെൻഷണൽ കേപ്പബിലിറ്റി ഉള്ള റഡാറുകളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച്, അസിമുത്ത്, എലിവേഷൻ, ഈ 3 തലങ്ങളിലാണ് റഡാറുകൾ വർത്തിക്കുന്നത്. അപ്പോൾ റേഞ്ച് എന്ന് പറയുമ്പോൾ എത്ര ദൂരെയാണ്, അസിമുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലലായിട്ടുള്ള ആകാശത്തിൻ്റെ നിരപ്പാണ്, എലിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്കും താഴേക്കുമുള്ള ഡയമെൻഷൻ. പക്ഷെ നാലാമതൊരു ഡയമെൻഷനാണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഈ വിമാനവുമായിട്ട് റിലേറ്റീവ്ലി എന്ത് വേഗതയിലാണ് നമ്മുടെ ടാർഗറ്റ് അപ്രോച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ടാർഗറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നാലാമത്തെ ഡയമെൻഷനും കൂടി ഉള്ളത് കാരണം വിരൂപാക്ഷ റഡാർ എയർ ടു എയർ കോമ്പാറ്റിലായാലും ക്ലോസ് കോമ്പാറ്റിലായാലും എയർ ടു ഗ്രൗണ്ട് കോമ്പാറ്റിലായാലും എയർ ടു സീ കോമ്പാറ്റിലായാലും അല്ലെങ്കിൽ നാവിഗേഷൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിലും വളരെയധികം മികച്ചു നിൽക്കും എന്നുള്ളതാണ് വളരെ വലിയൊരു അഡ്വാൻറ്റേജ്. ഇനി നമ്മൾ ഹോക്കൈ 2700 വന്നു കഴിഞ്ഞാൽ രണ്ടും ഗാലിയം നൈട്രേറ്റ് ബേസ്ഡ് ആണ്. 2700 TR മോഡ്യൂൾസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇതും എക്സ്ബാൻഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. 8 മുതൽ 12 GHz ഫ്രീക്വൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഡിറ്റക്ഷൻ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 സ്ക്വയർ മീറ്റർ റഡാർ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു ടാർഗറ്റിനെ 350 കിലോമീറ്റർ ദൂരം വെച്ച് തന്നെ കണ്ടുപിടിക്കാനായിട്ട് ഇതിന് സാധിക്കും. ഇനി 2 സ്ക്വയർ മീറ്റർ RCS ഉള്ള ടാർഗറ്റ് ആണെങ്കിൽ 250 കിലോമീറ്റർ ദൂരം വെച്ചും, 1 സ്ക്വയർ മീറ്റർ RCS ഉള്ള ടാർഗറ്റ് ആണെങ്കിൽ അതിന് 200 കിലോമീറ്റർ ദൂരം വെച്ചും കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തേക്ക് വരുന്നവർ കൂടുതൽ ചെറിയ ടാർഗറ്റുകളെയും ഇതിന് ഈസി ആയിട്ട് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് വളരെ വൈഡായിട്ടുള്ള 100 ഡിഗ്രിയിലുള്ള ഒരു വ്യൂ കേപ്പബിലിറ്റി ഉണ്ട്. പിന്നെ അസിമുത്തിലും എലിവേഷനിലും ഇതിന് വളരെ ഉയർന്ന ആക്യുറസി ഉണ്ട്. പിന്നെ ഹോക്കൈ 2700 മറ്റെല്ലാ റഡാറുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്ന ഇലക്ട്രോണിക് അറ്റാക്ക് മോഡ്യൂൾസ് ഇതിൽ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളുടെ റഡാർ എമിഷൻസിനെ ജാം ചെയ്യാനുള്ള വളരെ ശക്തമായ മോഡ്യൂൾസ് ഇതിലുണ്ടെന്നുള്ളതാണ്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ 2 റഡാറും ലോകത്തിലെ ഏറ്റവും മികച്ച റഡാറുകളാണ്. പക്ഷേ അത്യുന്നതമായ 2 കേപ്പബിലിറ്റീസ് രണ്ടിലും വേറെ ആണെന്നുള്ളതാണ്. ഇത് രണ്ടും കൊണ്ടൊന്ന് കമ്പൈൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ റഡാറിൻ്റെ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായിരിക്കും.
എന്തായാലും സുഹൃത്തുക്കളെ, വിമാനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലും നമ്മൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെയുള്ള വളരെ ശക്തമായ റഡാർ ടെക്നോളജി ആയാലും മിസൈൽ ടെക്നോളജി ആയാലും അതുപോലെ തന്നെ നമ്മുടെ ആർട്ടിലറി എക്യുപ്മെൻസിൻ്റെ ടെക്നോളജി, ഇപ്പോൾ ഇത് അമേരിക്കയും ഫ്രാൻസും പോലും നമ്മുടെ ആർട്ടിലറി എക്യുപ്മെൻസിൽ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇന്ത്യൻ നേവിയുടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലുമൊക്കെ അതിവേഗം നമ്മൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ തെളിഞ്ഞിരിക്കുന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, നമ്മുടെ പ്രൈവറ്റ് കമ്പനികൾക്കും അത്ഭുതങ്ങൾ കാണിക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് ശക്തമായ ഒരു പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിനെ നമ്മളിപ്പോഴും ഭയക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. സുഹൃത്തുക്കളെ, നമുക്ക് അങ്ങേയറ്റം അഭിമാനിക്കാവുന്ന ഡെവലപ്മെന്റ്സ് അനുദിനം വന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു വിഷയമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.